ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു നല്ല സൂപ്പർ സ്നാക്കായ നമ്മുടെ കോളിഫ്ലവർ ബജിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മളൊരു കോളിഫ്ലവറാണ് ഉപയോഗിച്ചേക്കണേ. അത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കാരണം നന്നായിട്ട് പൊടികളൊക്കെ ഉണ്ടാവും കോളിഫ്ലവറിൽ. അത് കഴുകിയിട്ട് അത് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ചെറിയ കട്ടിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്കൊരു 6 ടീസ്പൂണോളം കടലമാവാണ് ചേർത്ത് കൊടുത്തേക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂണോളം നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കളറിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് എരിവിന് വേണ്ടി ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയിൽ വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട്. അധികം ലൂസായി പോകരുത്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചേക്കണം നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇനി ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2 മിനിറ്റോളം അതിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളമൊക്കെ മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളൊന്ന് അതിലെ അണുക്കളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ അതൊന്ന് ചെറുതായിട്ട് നമുക്ക് വെന്ത് കിട്ടാനും വേണ്ടിയും. ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ നമ്മൾ ഇതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ കടലമാവിൻ്റെ ബാറ്ററിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് അതിൽ വെച്ചേക്കണ നമ്മുടെ കടലമാവൊക്കെ നമ്മുടെ കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. എന്നാൽ മാത്രമേ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്കൊരു ഇത്തിരി സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ചീഞ്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വറുത്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വറുത്തെടുക്കണുണ്ട്. അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വറുത്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ മാവിൽ മുക്കി വെച്ചേക്കണം നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. അത് അത്യാവശ്യം നന്നായിട്ട് ഒരു ക്രിസ്പി ആവുന്ന രീതിയിൽ നമ്മൾ വറുത്ത് തന്നെ ഇതിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അത്യാവശ്യം ഒരു ചെറിയ ബ്രൗണിഷ് കളറാകാം. അതുവരെ നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് അധികം സമയമൊന്നും വേണ്ട വറുത്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇത് നമ്മളൊരുവിധം വറുത്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ ചീഞ്ചട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ചീഞ്ചട്ടി ആയതുകൊണ്ട് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്നൊക്കെ നന്നായിട്ട് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ഏത് ഓയിലാണോ വറുത്തെടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജിയാണ്. നമ്മുടെ കടകളിലൊക്കെ കിട്ടണ അതേപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ നമ്മൾ ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.